നമസ്കാരം. SSLC CBSE റിസൾട്ടുകളൊക്കെ വന്നു. ഒരുപാട് കുട്ടികൾക്ക് 100% മാർക്ക് കിട്ടി, ഫുൾ A+ കിട്ടി, A1 കിട്ടി. അതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് ആ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം. A+ കിട്ടിയവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളുടെ ചാകരയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. അങ്ങാടികളിൽ മുഴുവൻ അവരുടെ ഫോട്ടോകൾ വെച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ വരുന്നുണ്ട്. ഈ സമയത്ത് 2 കാര്യങ്ങൾ പറയണമെന്ന് തോന്നുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ പരീക്ഷകളിൽ തോറ്റവരെ കുറിച്ചാണ്. 10ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റാൽ പിന്നെ അവൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ തോറ്റത് SSLC പരീക്ഷയിൽ മാത്രമാണ്. SSLC പരീക്ഷ എന്ന് പറയുന്നതല്ല ലോകം. അത് മാത്രമല്ല ലോകം, അത് പഠനക്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. തുടർ പഠനത്തിനുള്ള ഒരു മാനദണ്ഡം എന്നുള്ളതിനപ്പുറത്തേക്ക് അമിതമായ പ്രാധാന്യം നമ്മളതിന് നൽകേണ്ടതില്ല. രണ്ടാമത്തെ കാര്യം, മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയിട്ടും ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുള്ള നാടാണ് നമ്മളുടേത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടികൾക്ക് A+ നേടാനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുമ്പോൾ, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്യാനുള്ള കോച്ചിങ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് രക്ഷിതാക്കൾ, അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ മക്കളെ മുഴുവൻ വിഷയങ്ങളിലും A+ നേടാൻ പ്രാപ്തമാക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ, അവരുടെ ജീവിതക്രമത്തിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പെരുമാറ്റങ്ങളിൽ, അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടി A+ നേടാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതിന് പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ അതിന് പറ്റാവുന്ന കഴിവുള്ള, ആ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഏതെങ്കിലും നല്ല ഒരു കൗൺസിലറെ കണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടെ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ഓർക്കുന്നത് നന്നാവും. താങ്ക് യു.